നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്ന ഉപ്പുമാങ്ങക്കറിയാണ്. കണ്ടോ, നമ്മുടെ ഉപ്പുമാങ്ങക്കറി റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അയില വറുത്തത്. അപ്പം രണ്ടും നല്ല ക്ലിയർ ആയിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്കിനി ഇതെങ്ങനെ വെക്കണമെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അയിലയൊക്കെ നമ്മൾ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ട് വെട്ടിയൊക്കെ എടുത്തു. ഇനി നമുക്ക് ഇത് വറുക്കാനായിട്ട് എടുത്തേക്കുന്നത്. അതിന് എന്തൊക്കെ സാധനം നമുക്ക് എടുക്കണമെന്നൊന്ന് നോക്കാം. വറുക്കാനായിട്ട് മീനിനുള്ള അരപ്പിന് എന്തൊക്കെ എടുത്തേക്കണം നോക്കാം. കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് പത്തരമുളക് അല്ല കേട്ടോ, പച്ചമുളക് പഴുത്തതാണ്, 2 പച്ചമുളക്, അതുപോലെ ഉപ്പ്, കുരുമുളക്. ഇത്ര സാധനമാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമുക്കിതൊന്ന് ഒരുമാതിരി ഒന്ന് ചതച്ച് അരച്ചുകൊണ്ട് വരാം. അതിലേക്ക് നമുക്ക് മുളക് പൊടിയും കൂടെ വേണം. അപ്പോൾ അത് നമ്മൾ ഇത് അരച്ചിട്ടേ ഇടുന്നുള്ളൂ. അപ്പം ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇത് അരച്ചൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഒന്ന് പെരട്ടി നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇടേണ്ടി വരും. നമുക്ക് കൈ കൊണ്ടൊക്കെ പെരട്ടി കഴിഞ്ഞാൽ കൈ നീറുന്നുള്ളവരില്ലേ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കാണിക്കുന്നതാണ്. എനിക്കും ഒത്തിരി അങ്ങ് പെരട്ടി കഴിഞ്ഞാൽ കൈ അങ്ങ് നീറും. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പെരട്ടുവാണ്. അപ്പോൾ നിങ്ങളോർക്ക് മീനിനകത്ത് എങ്ങനെ പറ്റും, ഞാൻ മീനേലും ഇങ്ങനെ തന്നെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ മുളകൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. കണ്ടോ, അപ്പം ഇതുപോലെ ഒന്ന് പെരട്ടി എടുക്കുവാണ്. വേറൊന്നുമല്ല, കൈ എനിക്ക് അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് നീറും. അതുകൊണ്ടാണ് ഇങ്ങനെ പെരട്ടി എടുക്കുന്നത്. കൈയൊക്കെ നീറുന്നവർ ഇങ്ങനെ പെരട്ടി എടുത്താൽ മതി കേട്ടോ. അപ്പം മൊത്തം ഒന്ന് നമുക്കൊന്ന് പെരട്ടിയെടുക്കാം. അപ്പം സ്പൂണ് കൊണ്ടാണേലും നമ്മൾ മുഴുവൻ പെരട്ടി കഴിഞ്ഞു. ഉള്ളിലൊന്നും കയറിയിട്ടില്ല എന്നുള്ള വിശ്വാസമൊന്നും വേണ്ട കേട്ടോ. കയറി എല്ലായിടവും നന്നായിട്ട് കയറിയിട്ടുണ്ട്. കണ്ടോ, തലയുടെ അകത്തൊക്കെ നന്നായിട്ട് മുളക് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ വേണേൽ നമുക്ക് പെരട്ടി എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് മൂടി വെക്കാം. അവിടെ ഇരുന്ന് മുളകൊക്കെ പിടിക്കട്ടെ. ആ സമയത്ത് നമുക്ക് വേറൊരു കറി തൊള്ളതൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇന്ന് മീൻ വറുത്തതിൻ്റെ കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? വേറൊന്നുമല്ല, ഉപ്പുമാങ്ങ. നമ്മൾ ഉപ്പിലിടുന്ന കാണിച്ചായിരുന്നു. കണ്ടോ, അലുത്ത് കിടക്കുക കേട്ടോ. ഒരു പരണി മൊത്തം ഉപ്പുമാങ്ങ ഉണ്ടായിരുന്നു, മുഴുവൻ തീർന്നു. ഇതിൻ്റെ തീരാറായി, കുറച്ചുകൂടെ ഉള്ളു. ഇനി അടുത്തൊരു പരണി കൂടെ നമ്മൾ കെട്ടി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ഇത്ര ഉപ്പുമാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് കറിയാക്കി എടുക്കാം. ഉപ്പുമാങ്ങയൊക്കെ കണ്ടിച്ച് അടുപ്പത്ത് വെച്ചു. കണ്ടോ, അണ്ടിയൊക്കെ കൂടി ഇട്ടാണ് വെക്കുന്നത് കേട്ടോ. വേറൊന്നുമല്ല, ഉപ്പുമാങ്ങ കറി വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അണ്ടിയൊക്കെ ഇങ്ങനെ പഴമാങ്ങ കറി വെക്കുന്ന കൂട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അടുപ്പ് വെച്ചത്. അപ്പം നമുക്ക് ഇതിന് അരപ്പുണ്ടാക്കണം. അതിന് മുന്നേ നമ്മുടെ അയില നമുക്കൊന്ന് വറുക്കാനായിട്ട് വെക്കാം. നമ്മുടെ അയിലയൊക്കെ മുളക് പിടിച്ചിട്ടുണ്ട്. നമുക്കത് അടുപ്പയിലേക്ക് വെക്കാം. പാത്രമൊക്കെ വെച്ച് നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇരുമ്പ് ചീനച്ചട്ടിയാണ്. ഇരുമ്പ് ചീനച്ചട്ടി ആകുമ്പോൾ നമുക്ക് ഒത്തിരി ലാഭമുണ്ട് കേട്ടോ. കാര്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് മീൻ വറുത്തെടുക്കാം. ഇത് ചൂടായി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ ഇത് വെച്ചിട്ട് മനസ്സിലായത്. അപ്പം നമുക്ക് ഇതൊന്ന് ചൂടാകട്ടെ. ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വറുക്കാനായിട്ട് വെച്ചെടുക്കാം. ചെറിയ ചട്ടയാണ്ട് കുറേശ്ശെ നമുക്ക് വറുക്കത്തുള്ളൂ. എന്നാലും കുഴപ്പമില്ല, കുറേശ്ശെ നമുക്ക് വറുത്തെടുക്കാം. അതവിടെ നിന്ന് മൂക്കട്ടെ. നമുക്ക് നേരം കറിക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ കിടക്കാം. മീൻ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞിട്ട് നമുക്ക് മറിച്ചിടാം. കണ്ടോ, നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞു. നമ്മൾ ഉപ്പുമാങ്ങയ്ക്ക് അരക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ജീരകം, ഒരു മുറി തേങ്ങ, ഇത്ര നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി വേണം. അത് നമുക്കിത് അരച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്നും ചേർത്ത് കൊടുക്കാം.
വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞു. കണ്ടോ, മൊബൈല് വീഡിയോ പിടിച്ച് മടുത്തെന്ന് തോന്നണേ. വെളുത്തിരിക്കുക, മഞ്ഞ കളറൊന്നും കാണുന്നില്ല, കറി വെളുത്തിരിക്കുന്നോട്ട് തോന്നുക. നമുക്കിനി താളിച്ചിടണം കറിക്ക്. നമ്മുടെ ഉപ്പുമാങ്ങ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് താളിച്ചിടുക. താളിച്ചിടാനായിട്ടൊരു പാത്രം അടുപ്പിട്ട് വെച്ച് അതിലേക്ക് നമുക്ക് ഉലുവയിട്ട് കൊടുക്കും. നമ്മൾ അതിലേക്ക് ഉലുവയിട്ട് കൊടുത്തു. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. ഉലുവ ഒരുമാതിരി പൊട്ടിയിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൂപ്പിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ലേശം മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതും കൂടെ എല്ലാം കൂടെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് ലേശം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഉപ്പുമാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഉപ്പുമാങ്ങ കറിയും റെഡിയായി. അതുപോലെ തന്നെ നമ്മുടെ മീൻ വറുത്തത് നമ്മൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.